നമസ്കാരം. ഇന്ന് ഈ ചതയ ദിനത്തിൽ യോഗനാഥ ന്യൂസിനൊപ്പം അതിഥിയായി ചേരുന്നത് വർക്കല ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി ശ്രീ അസംഘാനന്ദഗിരി സ്വാമികളാണ്. നമസ്കാരം. നമസ്തേ. സ്വാമി ഗുരുധർമ്മ പ്രചാരണ സഭയുടെ വിഭാഗം സെക്രട്ടറിയാണ്. അഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ച് ലോകഗുരുവായ ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചിട്ട് നൂറ്റാണ്ടുകളായി. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പക്ഷികളെ പോലെ പറക്കുവാൻ പഠിച്ചു, മത്സ്യങ്ങളെ പോലെ നീന്താൻ പഠിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ മൂല്യങ്ങൾ സമൂഹത്തിൽ ഓരോ ദിവസം വരുന്നതോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മുടെ കാണപ്പെട്ട ദൈവമാണ്, ഭൂമിയിലെ ദൈവമാണ് നമ്മുടെ അമ്മ. പക്ഷെ ആ അമ്മയെ കൊല്ലുന്ന മക്കൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുൻപേ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരമ്മ, അങ്ങനെ നമ്മുടെ സമൂഹത്തിന് മൂല്യശോഷണം ദിവസം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ അഷ്ടലക്ഷ്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നാം കടന്നു പോകുന്നത്? അത് വേണ്ട രീതിയിൽ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അഷ്ടലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ശരി തന്നെ. പക്ഷെ ശിവഗിരി പോലുള്ളൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ ഒരു ധാർമ്മികമായ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് അല്ലെങ്കിൽ ശിവഗിരിയിൽ വെച്ച് ഈ അഷ്ടലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഉദ്ബോധിപ്പിക്കണം എന്ന് ഗുരു പറഞ്ഞതിനെ പറ്റി നാം വളരെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു ധർമ്മ സങ്കേതമാണ്. ശ്രീനാരായണ ധർമ്മസംഘം അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ ഗുരുധർമ്മ പ്രചാരണ സഭ, ഈ സംഘടനകളിലെല്ലാം നെടുനായകത്വം വഹിക്കുന്ന ഒരു വാക്ക് ധർമ്മം എന്നുള്ളതാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്ത് അനുഷ്ഠിക്കേണ്ട പ്രവൃത്തിയിൽ വരുത്തേണ്ട വിശുദ്ധി, ആ തത്വങ്ങളെയാണ് ധർമ്മം എന്ന് പറയുക. ബുദ്ധഭഗവാനാണെങ്കിലും മറ്റ് ലോക ഗുരുക്കന്മാരും ഒക്കെ ആണെങ്കിലും നമ്മോട് ഉപദേശിച്ചത് ധർമ്മത്തെയാണ്. ആ ധർമ്മത്തെ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനും ഇവിടെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഈ ധർമ്മ കേന്ദ്രത്തിൽ, ഈ ധാർമ്മികമായ കേന്ദ്രത്തിൽ വെച്ച് അഷ്ടലക്ഷ്യങ്ങളെ പറ്റി നാം പഠിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ഈ അഷ്ടലക്ഷ്യങ്ങളെല്ലാം തന്നെ ധാർമ്മികം ആകണം എന്നാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ കൃഷിയെപ്പറ്റി ഇവിടെ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ കൃഷി പല വിധത്തിലും ചെയ്യാം. ധാരാളം ഇപ്പം ഓണമൊക്കെ വരികയാണല്ലോ, ധാരാളം കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് പ്രകൃതിക്കും മനുഷ്യനും ജീവരാശികൾക്കെല്ലാം കോട്ടം തട്ടുന്ന വിധത്തിൽ നമുക്ക് കൃഷി ചെയ്ത് ലാഭം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം എങ്ങനെയാണ്? ധാർമ്മികമായ കൃഷി രീതിയെപ്പറ്റി നമുക്ക് സമൂഹത്തെ പഠിപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ എന്താണ്? ചരാചരങ്ങൾക്ക് ദോഷമില്ലാതെ, ഈ പച്ചക്കറി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുമ്പോൾ അത് ധാർമ്മികമായ കൃഷിയാണ്. അതാണ് ഒരു ആശ്രമ സങ്കേതത്തോടനുബന്ധിച്ച് ഈ അഷ്ടലക്ഷ്യത്തിൽ ഒന്നിനെ ബന്ധിച്ചപ്പോൾ തന്നെ ആ കൃഷിക്ക് ഒരു മാറ്റമായി. പിന്നെ ശുചിത്വം അഷ്ടലക്ഷ്യത്തിലൊന്നാണ്. പക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീടും പരിസരവും, നമ്മുടെ വീടൊക്കെ എന്താണ് ടൈലൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് ശുചിത്വമായിട്ട് വെക്കും. പക്ഷേ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു കവറിൽ കെട്ടി ഒന്നെങ്കിൽ നമ്മൾ പൊതുനിരത്തിൽ കൊണ്ടിടും, അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ പറമ്പിലേക്ക് നമ്മൾ വലിച്ചെറിയും. പക്ഷെ എന്താ, നമ്മളെല്ലാം ശുചിത്വമായി, പക്ഷേ പൊതുനിരത്ത് അല്ലെങ്കിൽ ഒരു പൊതു ഇടം മലിനവുമായി. അത്തരത്തിലുള്ള ഒരു ചിന്ത. അപ്പോഴെന്താണ്, ശുചിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ശുചിത്വമുണ്ട്, പക്ഷെ അതിൽ ധാർമ്മികത ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഈ ധാർമ്മികത ശുചിത്വത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ആ ശുചിത്വം പൂർണ്ണമാകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഗുരു ഈ ആശ്രമ സങ്കേതത്തിൽ വെച്ച് തന്നെ അഷ്ടലക്ഷ്യങ്ങളെ പറ്റി പഠിപ്പിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, എല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ ആണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുണവും ചെയ്യും, ദോഷവും ചെയ്യും. മൊബൈൽ ഫോൺ, പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം സമൂഹത്തിന് ഗുണവും ദോഷവും ചെയ്യുന്നതാണ്. പക്ഷെ അത് ഗുണം ആകുന്നത് അതെല്ലാം ധാർമ്മികം ആകുമ്പോഴാണ്. എല്ലാം അധാർമികമാകുമ്പോൾ, കൃഷിയാണെങ്കിലും കച്ചവടമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ശുചിത്വമാണെങ്കിലും എല്ലാം അതിൽ നിന്നും ധർമ്മം നഷ്ടപ്പെട്ടാൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യും. അതെ, ധർമ്മം എവിടെയെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. പക്ഷേ ധർമ്മം വളരെ കുറവാണ്. ധാർമ്മികമായ കൃഷി രീതികൾ, പക്ഷെ ധർമ്മത്തിന് തന്നെ എന്താണ്, നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നാം സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കൃഷി ചെയ്ത് നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചാൽ ആ കർഷകന് സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അതിനൊക്കെ സംവിധാനം, ഒരു പൊതുബോധം ജനങ്ങളിൽ ഉണ്ടാക്കി കൈയാളും. അതെ. അപ്പം ഒരു ധർമ്മം സമൂഹത്തിന് ആവശ്യമായ ഒരു പൊതുബോധമായി നമ്മുടെ ചിന്തകളിലേക്ക് വരണം. ഇതാണ് ജീവരാശിയുടെ നട്ടെല്ല്.
ധർമ്മം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ നമുക്കും ഇനി വരുന്ന തലമുറയ്ക്കും ഇവിടെ നിലനിൽപ്പുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ധർമ്മച്യുതി സംഭവിക്കുന്നത് മാറിയ സാഹചര്യത്തിൽ മനുഷ്യന് പലതിനോടും ഉള്ള അത്യാർത്തി ഒക്കെ മുടുത്തുന്നതാണ്. ഇത്തരം ചിന്തകളിൽ നിന്ന് ആധുനിക സമൂഹം വിട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഈ ശ്രീനാരായണ ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങൾ കൂടുതൽ നമ്മൾ അടിത്തട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലം മുതൽ നമ്മളത് പകർന്നു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തി കുറച്ചുകൂടെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയില്ലേ? തീർച്ചയായും വികസിപ്പിക്കാൻ കഴിയും. ചെറിയ ബാല്യം മുതലേ തന്നെ കുട്ടികളെ ധാർമ്മികമായ ഒരു മതം പഠിക്കുക എന്നുള്ളതല്ല, മതത്തിനപ്പുറം മനുഷ്യരെ സ്നേഹിക്കാനും എല്ലാ മതത്തെയും ഉൾക്കൊള്ളുവാനും ബഹുമാനിക്കുവാനും എല്ലാ മതങ്ങളിലും പറയുന്ന ഈശ്വര തത്വം ഒന്നാണെന്നുള്ള ഒരറിവ് നമുക്ക് ചെറിയ ബാല്യം മുതലേ പകരുവാൻ സാധിക്കും. മാറ്റി നിർത്തിയാൽ കൂടിയും ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ കാണുന്നത് അവന്റെ അച്ഛൻ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ അവന്റെ അമ്മ ചെയ്യുന്ന ബിസിനസ്. അപ്പൊ അവൻ പിന്നീട് അവനെയും ആ ബിസിനസ്സിലേക്ക് ഭാഗമാക്കി മാറ്റുകയാണ്. അപ്പോ അതൊക്കെ കൊണ്ടായിരിക്കില്ലേ നമുക്ക് ധർമ്മച്യുതി എന്ന് പറയുന്നത്. പക്ഷെ അത് ഉണ്ടാക്കാൻ ഈ ശിവഗിരി ട്രസ്റ്റ് പോലുള്ള സന്നദ്ധ സംരംഭങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നാണ് സ്വാമിയെ പോലുള്ളവർ ചിന്തിക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഗുരുധർമ്മ പ്രചരണ സഭയുടെ എല്ലാ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ 2000-ലധികം യൂണിറ്റുകൾ സഭയുടേതായി രാജ്യത്തും വിദേശത്തും ഒക്കെയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം കീഴിൽ പഠന ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകമായ ക്യാമ്പുകൾ കേരളത്തിൽ മുഴുവൻ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങൾക്കും നമുക്ക് നിർദ്ദേശം കൊടുത്താൽ ക്ലാസ്സുകൾ അവിടെ എല്ലാ ആഴ്ച തോറും നടത്തും, മാസങ്ങൾ തോറും. പ്രത്യേക ക്യാമ്പ് കുട്ടികൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കൽ എന്ന് പറയുന്ന സഭയുടെ യൂണിറ്റിൽ പോയി സന്ദർശിച്ചു. അപ്പോൾ 62 കുട്ടികൾ എല്ലാ ഞായറാഴ്ചയും അവിടെ ഗുരുദേവന്റെ ധർമ്മത്തെ പറ്റി പഠിക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന എല്ലാ ക്ലാസ്സിലുള്ള 62ഓളം കുട്ടികൾ എല്ലാ ആഴ്ചയും വന്ന് ഈ ഗുരുവിന്റെ ദർശനത്തെ പറ്റി പഠിക്കുമ്പോൾ അവരിൽ ആ മൂല്യബോധം ഉണ്ടാകും. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ല നമ്മൾ വലിയ വേദികളിൽ പ്രസംഗിച്ചത് കൊണ്ടോ നോട്ടീസിൽ ചെയ്തുകൊണ്ടോ ഘോഷയാത്രയോ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചതുകൊണ്ടോ ഗുരുധർമ്മം ഒരിക്കലും പുലരില്ല. പക്ഷേ ചെറിയ ബാല്യം മുതലേ അവരുടെ ആ ധർമ്മത്തിന്റെ വിത്തുപാകാൻ നമുക്ക് സാധിച്ചാൽ അവർ ധാർമ്മിക മൂല്യമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടായിത്തീരും. അതിലാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പം ശിവഗിരിയില് ഗുരുദേവൻ പറയുന്നത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ പറയുന്ന അഷ്ടലക്ഷ്യങ്ങളെ മുൻനിർത്തി ഒരു സംവാദ പരമ്പര തന്നെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഈ സംവാദങ്ങളിലൊക്കെ ഗുരുദേവൻ പറഞ്ഞ പോലെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നു എന്ന് കരുതാൻ കഴിയുമോ? പൂർണ്ണമായിട്ടും ഈ ആശയ പ്രസംഗം കൊണ്ട് മാത്രം ഈ 3 ദിവസം നടത്തുന്ന തീർത്ഥാടനത്തിൽ വലിയൊരു ജനസഞ്ചയമാണ് ഇവിടെ നിന്ന് ഒഴുകി മാറുന്നത്. പക്ഷെ എത്രമാത്രം ഈ പ്രസംഗങ്ങൾ കേൾക്കുന്നവരും അത് ശ്രദ്ധയോടെ നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും മതത്തിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ ഒരു SNDPയുടെ ഒരു ഇപ്പോ ശ്രീനാരായണ ഗുരുദേവനെ ഇപ്പോ ദൈവമായി കാണുന്നുണ്ട്. ഒരിക്കലും അദ്ദേഹത്തെ ദൈവമായി കാണരുതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ദൈവമായി കണ്ടൊരു ആരാധന മാത്രം നടന്നു പോകുന്നു എന്ന് തോന്നാറുണ്ടോ? ദൈവമായി കാണരുതെന്ന് ഗുരു പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഗുരു എന്ന് പറയുമ്പോൾ ദൈവത്തിന് അപ്പുറം നിൽക്കുന്ന അയ്യങ്കാളിയാണോ പറഞ്ഞത്? ദൈവത്തെ പോലെ കാണരുത്, ഒരു മനുഷ്യനായി മുന്നിൽ നിർത്തണം എന്ന് അയ്യങ്കാളിയാണോ പറഞ്ഞെന്നറിയില്ല. ഗുരു പറഞ്ഞതായിട്ട് ഒരു ചരിത്ര രേഖയിലോ ഗുരുവിന്റെ കൃതിയിലോ ഇല്ല. പക്ഷേ സഹോദരൻ അയ്യപ്പനെ പോലെയും മഹാകവി വിവരങ്ങളൊക്കെ കിട്ടുന്നത് ഗൂഗിള് പോലുള്ളതിലൊക്കെ അയ്യങ്കാളി, എനിക്ക് തോന്നുന്നു CF ആൻഡ്രൂസ്, അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ, അയ്യങ്കാളി ഇവരൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കുകളാണ് നമ്മളൊക്കെ കടമെടുക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയാവും. പക്ഷെ ഗുരുവിന്റെ ശിഷ്യന്മാരെ സഹോദരൻ അയ്യപ്പന് ഒരു പക്ഷേ ദൈവം ഇല്ലായിരുന്നു. അദ്ദേഹം യുക്തിവാദിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഗുരു ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹം ഗുരുവിനെയാണ് കണ്ടത്. അതാണ് സമാധിഗാനത്തിലൊക്കെ ജയനാരായണ ഗുരുസ്വാമി ദേവ ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു എന്ന് അദ്ദേഹം പാടി വെച്ചത്. അപ്പം ഒരാൾക്ക് ദൈവം ഇല്ലെങ്കിലും അയാൾക്ക് ഗുരു ഉണ്ടെങ്കിൽ അയാൾക്ക് ധാർമ്മികമായ മാർഗത്തിലൂടെ മുന്നേറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുരു തന്നെയാണ് ധർമ്മം. ഗുരുവിൽ നിന്ന് ആ ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ എന്താണ്? ദൈവത്തിന്റെ സ്ഥാനത്ത് ഹൃദയത്തിൽ ധർമ്മത്തെ പ്രതിഷ്ഠിക്കുക. അതാണ് ഗുരു ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ട ക്ഷേത്രങ്ങളിൽ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നെഴുതിയ പ്രഭ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പം ദൈവം തന്നെയാണ് ധർമ്മം. അതിനാണ് ഗുരു ഉപദേശിക്കുന്നത് ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മസർവ്വ. സ്വാമി ആദ്യമായിട്ട് ഒരു ദൈവ ഇതുമായി പറഞ്ഞു പ്രതിഷ്ഠ നടത്തുന്നത്. പക്ഷെ അത് അന്ന് വരെ തുടർന്നു പോന്നിരുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി അവിടുന്ന് ഒരു കല്ല് എടുത്താണ് അവിടെ പ്രതിഷ്ഠിച്ചതെന്നാണ് നമ്മളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിലൂടെ അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എന്തായിരിക്കാം?
എല്ലാ വിഗ്രഹങ്ങളും കല്ലോ അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽ ലോഹമോ ഒക്കെ ആയിരിക്കുമല്ലോ. അതിൽ നിന്നൊരു ഒരു മൂർത്തി സങ്കല്പത്തെയാണ് അവിടെ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശിവലിംഗ ആകൃതിയിലുള്ള ഒരു ശിവലിംഗമാണ് ഗുരു ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത് ശിവപ്രതിഷ്ഠയാണ് നടത്തിയതെന്ന് പറയുന്നത്. കൽപ്രതിഷ്ഠ എന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല. ഇപ്പോൾ കണ്ണാടി പ്രതിഷ്ഠിച്ചു എന്ന് പറയാം. പക്ഷേ കണ്ണാടിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? പ്രണവ മന്ത്രമാണ്. ഓം ശാന്തി എന്ന മന്ത്രമാണ് കളവങ്കോടത്ത് പ്രതിഷ്ഠിച്ചത്. ഓങ്കാരേശ്വരം ക്ഷേത്രത്തിന് നാമമിട്ടിരിക്കുന്നത് എന്താണ്? ഓങ്കാരേശ്വരം ക്ഷേത്രം എന്നാണ്. അപ്പോൾ അവിടെ ആ പ്രതിഷ്ഠയിലിരിക്കുന്ന മന്ത്രം, ആ ഓം എന്ന മന്ത്രമാണ് അത് അവിടുത്തെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ ഇവിടെയും ശിവപ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത്. ശിവൻ എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് ഗുരുവിൻ്റെ കൃതിയിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. എന്താണ് ഗുരു ഉദ്ദേശിക്കുന്ന ശിവബോധം? ആ ബോധത്തിലേക്ക് നമ്മെ ഗുരുദേവ കൃതികൾ നിതരാൻ നമുക്ക് അനുസന്ധാനം ചെയ്യുവാൻ സാധിച്ചാൽ നമുക്ക് ആ ബോധത്തിലേക്ക് ഉയരുവാൻ സാധിക്കും. പക്ഷേ ആ ബോധത്തിൽ നിന്ന്, ആ അറിവിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയപ്പോഴാണ് ഗുരുവിന് മറ്റൊരു പ്രതിഷ്ഠ നിർവഹിക്കേണ്ടി വന്നത്. എല്ലാവർക്കും മതഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ എല്ലാ മനുഷ്യർക്കും ആരാധിക്കുന്ന ഒരു ദൈവത്തെ ഗുരു അവിടെ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഗുരുവിൻ്റെ മഹത്വം. മതഭേദമില്ലാത്തൊരു ദൈവം. ഇപ്പോൾ ശാരദാ മന്ദിരം അത് എങ്ങനെയാണ് ഇവിടെ ആവിർഭവിക്കുന്നത്? എങ്ങനെയാണ് അത് ഗുരുവിൻ്റെ ഏറ്റവും മഹിതമായ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ ഒന്നാണ് ശിവഗിരിയിലെ ശാരദാമഠം. ശാരദാമഠത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ശാരദാദേവി കുടികൊള്ളുന്ന അറിവിൻ്റെ ദേവതയാണ്. ഇപ്പോൾ ശങ്കരാചാര്യർ സർവജ്ഞ പീഠം കയറി കാശ്മീരിൽ എത്തിയിട്ടാണ് ശാരദാ മന്ദിരത്തിൽ 4 കവാടത്തിലുമുള്ള പണ്ഡിതന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം സർവജ്ഞ പീഠം കയറി ശാരദാദേവി ദർശിക്കുന്നത്. പിന്നീടൊരു ശാരദയുള്ളത് ശങ്കരാചാര്യർ തന്നെ സ്ഥാപിച്ച ശൃംഗേരിയിലാണ്, ശൃംഗേരി മഠത്തിൽ. പിന്നീടുള്ളത് ശിവഗിരിയിലെ ശാരദാമഠമാണ്. അപ്പോൾ അറിവ് ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി കൈവശം വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരു ഇവിടെ ധൈര്യപൂർവ്വം ശാരദയെ പ്രതിഷ്ഠിച്ച്, എന്നാലും ശൃംഗേരിയിലും ഹിമാലയത്തിലും ഒക്കെ ഇരുന്ന ശാരദയെ നമുക്ക് വേണ്ടി ഗുരു താഴേക്ക് ഇറക്കിക്കൊണ്ടു വന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിവുണ്ടാകട്ടെ. പക്ഷെ ഇവിടെ പൂജാരികളായിട്ടൊക്കെ ഗുരു നിയോഗിച്ചത് എന്താണ്? താഴ്ന്ന സമുദായത്തിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന പലരെയും ഇവിടെ എന്താണ്? പൂജയ്ക്ക് വേണ്ടി ഗുരു നിയോഗിച്ചു. അപ്പോൾ ഇവിടെ അഭിഷേകമില്ല, നൈവേദ്യമില്ല, മറ്റാഘോഷങ്ങളൊന്നുമില്ല. ശുചിത്വത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. നല്ല വെള്ളയായ മണൽ ചുറ്റും വിരിച്ചിരിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അഷ്ടകോണാകൃതിയിൽ വർണ്ണ ജനലുകൾ. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രകാശം കടക്കട്ടെ എന്നൊരു സങ്കല്പം. ശാരദയ്ക്ക് അഭിഷേകമില്ല, നിവേദ്യമില്ല. എത്രയോ വർഷമായി നിവേദ്യമില്ലാത്തതുകൊണ്ട്, അഭിഷേകമില്ലാത്തതുകൊണ്ട് അവിടെ ഒരു ചൈതന്യത്തിന് ലോപവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും വളരെ പ്രസന്നവദനയായി ദേവി. അപ്പോൾ ക്ഷേത്രത്തിൽ വന്ന ഒരു പരിവർത്തനമാണ് ഗുരു നടത്തിയിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ നമുക്ക് ശാരദാമഠം എന്താണ്? മറ്റു ക്ഷേത്രങ്ങൾക്കൊക്കെ മാതൃകയായ ഒരു ഉദാത്തമായ ശാരദാ സങ്കല്പമായി നിലനിൽക്കുകയാണ്. അറിവിൻ്റെ ദേവത. ഇപ്പോൾ അറിവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇപ്പം നമുക്ക് ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അറിവിനെ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. ഇന്ന് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് എത്തിച്ചേരുകയാണ്. ശാസ്ത്രപരമായി നമ്മൾ ഒത്തിരി വികാസങ്ങൾ നേടുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ വളരെയധികം പിന്നാക്കം പോകുന്നു എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സ്വാമി ഗുരുദേവൻ അന്ന് തന്നെ മാറ്റിവെച്ച ജാതീയ വ്യവസ്ഥകളൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് കൂടുതലായി കാണുന്നു എന്ന് തോന്നാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ തോന്നിപ്പോകാറുണ്ട്. എന്താണ്? പച്ചയായിട്ട് മനുഷ്യൻ ജാതി വാലുകൾ കൂട്ടിച്ചേർക്കുകയും ജാതീയമായ തരംതിരിവുകൾ, ഇപ്പം ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഇത്രയും മാറ്റം സമൂഹത്തിന് വന്നിട്ടും എന്താണ്? ഇപ്പോഴും വെളിച്ചമെത്താത്ത എത്രയോ ഇരുളിടങ്ങൾ ജാതിയെ സംബന്ധിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട്. പിന്നെ ആദിവാസി മുതലായ വിഭാഗത്തിൽ ഉള്ളവർക്ക് എന്താണ്? പീഡനങ്ങൾ ഏൽക്കുകയും പല സിനിമകളും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. അതൊക്കെ നമുക്ക് വേദനയോടുകൂടിയേ നോക്കി കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം ഉയർന്നു വരണം. ജാതിയുടെ നിരർത്ഥകത ഗുരു ബോധിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യത്വമാണ് അവൻ്റെ ജാതി എന്നുള്ള അറിവിലേക്ക്. ഒരു ജീവി ഉണ്ടെങ്കിൽ അതിൻ്റെ സത്വം എന്ന് പറയുന്നതാണ് അതിൻ്റെ ജാതി. ഒരു കുയിലാണെങ്കിൽ അതിന് പികത്വം ആണ് ജാതി. ഒരു പശുവാണെങ്കിൽ അതിൻ്റെ പശുത്വം ആണ് ജാതി. അതുപോലെ മനുഷ്യർക്ക് അവൻ്റെ സ്വന്തം ജാതി ഏതാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഗുരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, ഒരു നായ്ക്ക്, ഒരു പട്ടിക എന്നാണ് ഗുരു ഉദാഹരണം പറയുന്നത്. ഒരു നായ്ക്ക് അവൻ്റെ സ്വന്തം ജാതിയെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്നു. പക്ഷേ മനുഷ്യനെന്താണ്? അവൻ്റെ സ്വന്തം ജാതിയെ തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ ആ വിവേകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഗുരുവും മറ്റു തത്വങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ തന്നെ കേട്ടൊരു വാർത്തയാണ്, നമ്മളെ വളരെയധികം ഞെട്ടിച്ചതാണ്. നരബലി. അത് അവനവന്റെ ആത്മസുഖത്തിന് വേണ്ടിയാണ് വേറൊരു മനുഷ്യനെ അവൻ നരബലി കൊടുക്കുന്നത്.
അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ ആത്മസുഖത്തിന് ആചരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് എന്തെങ്കിലും മൂല്യം ഈ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നാൻ പറ്റും? ബലികൾ ഇവിടെ സ്ഥിരം നടക്കുന്നു, എല്ലാ തരത്തിലുള്ള ബലികളും നടക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ ജീവികളെ, ഒരു പ്രാണിയെ ഹിംസിച്ച് ആഹാരമാക്കുന്നു, ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, അതും ഒരു ബലിയാണ്. സ്വന്തം ശരീരത്തിനെ പുഷ്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല നാവിന് ടേസ്റ്റിന് വേണ്ടിയിട്ടോ ജന്തുക്കളെ ബലിയർപ്പിച്ചു കൊടുക്കുന്നു. അപ്പോഴെന്താണ്, അതിൽ കൂടി ഒരു പടി കൂടി കടന്നൊരു മനുഷ്യനെ ഹനിക്കുക, അത് ഏതെങ്കിലും വിശ്വാസത്തിന്റെ പേരിലാകട്ടെ അല്ലെങ്കിൽ ആചാരത്തിന്റെ പേരിലാകട്ടെ. മനുഷ്യനെ അതെ അതെ അത് ഏതെങ്കിലും ഒരു കപട മന്ത്രവാദിയോ മറ്റൊരു ആരുടെയെങ്കിലും വലയിൽപ്പെട്ട് പ്രേരണാപൂർവ്വം ചെയ്യുന്നതാണ്. പക്ഷെ പൊതുസമൂഹം ഒരിക്കലും ഇത് ഉൾക്കൊള്ളില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. രഹസ്യമായിട്ട് ഇത് ചെയ്യാൻ അവർക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ സാധിക്കുന്നു എന്നുള്ളത് നാം കണ്ടെത്തണം. ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇതിനൊക്കെ പ്രേരണ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായി സമൂഹം അങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഭയക്കേണ്ടുന്നൊരു കാര്യമാണ്. നരബലിയിലേക്ക് വരെ എത്തുക, ഗുരു ജീവിച്ചിരുന്ന ഈ മണ്ണ്, ഈ നാട് നരബലിയിലേക്ക് എത്തുക എന്ന് വെച്ചാൽ ഏറ്റവും ഭീകരജനകമായ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു സമൂഹം. അതെ അതെ. ഇപ്പൊ നമ്മള് ഇതിനു മുൻപൊരു ഇന്റർവ്യൂവിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം സ്വാമി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം അമേരിക്കയിൽ എത്തിയപ്പോൾ അവിടെ ഏറ്റവും കൂടുതലുള്ളത് 40% ഇന്ത്യക്കാരാണ്, അതിൽ 85% കേരളീയരാണ്. ആ കേരളീയരുടെ മണ്ണിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ സ്കൂളിലാക്കുമ്പോൾ അതിലൊരു ജാതിക്കോളമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ജാതിക്കോളത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല? അതുപോലെ തന്നെ നമ്മളൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ അവന് ആവശ്യപ്പെടുകയാണ്, ഞാൻ ഇന്ന ജാതിയിൽ, അപ്പൊ അവൻ വെളിപ്പെടുത്താൻ തയ്യാറാവുന്നു, ഞാൻ ഇന്ന ജാതിയിലുള്ളവനാണ്, എനിക്ക് സംവരണം വേണം എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യ അനന്തരവും സ്വാതന്ത്ര്യത്തിന് മുൻപും ജാതിക്ക് രണ്ട് മാനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കീഴ്ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്, അവഹേളനത്തിൻ്റെയും മാറ്റി നിർത്തപ്പെടലിൻ്റെയും ഒരു ജാതി ചിഹ്നമായിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം മാറിയപ്പോഴെന്താണ് ചിത്രം മാറി, അവർക്ക് അനേകം അവകാശങ്ങളുടേതായി മാറി ഈ ജാതി എന്ന് പറയുന്നത്. എപ്പോഴും ജാതി ഉപയോഗിക്കുന്നു. അതെ അതെ, കീഴി വരുന്നത്. അപ്പൊ അവർ ഈക്വാലിറ്റി, തുല്യനിലയിൽ എത്തുന്നത് വരെ അത് നിലനിൽക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് അവകാശങ്ങൾ ഇത്രയും ഉയർന്നു വരണമല്ലോ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്താണ്, എല്ലാവരും തുല്യനായി വരുന്ന ഒരു സമയത്തേക്ക് എന്താണ് ജാതികൾ ഇല്ലാതാക്കി. അതിനു മുമ്പ് തന്നെ എന്താണ്, ഒരു ജാതി ഇല്ലാത്ത ഒരു വിഭാഗം ഉണ്ടായി വന്നിട്ട് വേണം ഗവൺമെന്റിനോടും മറ്റ് നമ്മുടെ കോടതി തുടങ്ങിയ കേന്ദ്രങ്ങളോടൊക്കെ അഭ്യർത്ഥന നടത്തി ജാതി തന്നെ മനുഷ്യർക്ക് വേണ്ട എന്നുള്ളൊരു അറിവിലേക്ക് സമൂഹം മാറേണ്ടിയിരിക്കുന്നു. കുഞ്ഞിനെ അവന്റെ സ്കൂളിലാക്കുമ്പോൾ അവന്റെ ജാതി ഇന്നതാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോൾ അവിടെ ഒരു വേർതിരിവ് വരികയല്ലേ, അവിടെ തന്നെ ആ കുഞ്ഞിന്റെ ഉള്ളിൽ അത് ജനിക്കുകയാണ്. അതെ അതെ അതെ, നൂറ്റാണ്ടുകളായി നിന്ന ഒരു വ്യവസ്ഥിതിക്ക് ഘടനാപരമായി നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കും. സമൂഹം ഒത്തൊരുമിച്ച് എന്താണ്, ഈ അറിവിലേക്ക്, ഒരു പൊതുബോധത്തിലേക്ക് എത്തിയാൽ മാത്രമേ അതിനെന്താണ് സംഘടിതമായി ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും. ഭൂരിപക്ഷം ആണല്ലോ ഭരണവും എല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഭൂരിപക്ഷം ജനങ്ങളിൽ ഈ ജാതിയുടെ നിരർത്ഥകത നമുക്ക് ബോധിപ്പിക്കുവാൻ സാധിച്ചാൽ അതിൽ മാറ്റം ഉണ്ടാകും. ഇതായാലും നമ്മളിപ്പോ ഗുരുദേവന്റെ 169ാം ജയന്തി ആഘോഷങ്ങളുടെ നിറവിലാണ് നാം നിൽക്കുന്നത്. ശിവഗിരിയിൽ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ശിവഗിരിയിൽ ബോധിതീർത്ഥ സ്വാമിയാണ് ചതയാഘോഷത്തിൻ്റെ എല്ലാം ചാർജ്. പിന്നെ ശിവഗിരിയിലേക്കാളും മുഖ്യമായി ചതയാഘോഷം നടന്ന ഗുരു ജനിച്ച വയൽവാരം വീട് ചെമ്പഴന്തിന് ജന്മസ്ഥലമാണ്. മഹാസമാധിക്കാണ് ശിവഗിരി പ്രാധാന്യം. ശിവഗിരി എല്ലാ വർഷവും നടക്കുന്നത് ചതയ ആഘോഷത്തെക്കാളും വളരെ വിപുലമായ രീതിയിൽ സ്വാമികൾ ചതയാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ തൊട്ട് ഗുരു ജനിച്ച സമയത്താണ് ചതയ പൂജ നടക്കുക മഹാസമാധിയിൽ. അപ്പോൾ ഒരു 6:15 മണിക്ക് ശേഷം പ്രത്യേകമായ വിശേഷാൽ പൂജ ഉണ്ടാകും സന്യാസിമാരുടെ നേതൃത്വത്തിൽ. പിന്നീട് സമ്മേളനം ഉണ്ടാകും. പിന്നെ എല്ലാവർക്കും സദ്യ, അന്നദാനം ഒക്കെ കൊടുക്കും. അതിനുശേഷം വൈകുന്നേരമാണ് ഒരു 4 മണിയോടുകൂടിയാണ് വർണ്ണശബളമായ ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള ഫ്ലോട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഘോഷയാത്ര ഉണ്ടാകുന്നത്. അപ്പം അതിലെല്ലാം വിളംബരം ചെയ്യുന്നത് ഗുരുവിൻ്റെ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചും സർവമത സമ്മേളനം തുടങ്ങിയ നാനാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ദർശനങ്ങൾ, ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കുന്ന തരത്തിലുള്ള ഫ്ലോട്ടുകളാണ്. ഒരു ആഘോഷം എന്നതിലുപരി ജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ് ഈ ഫ്ലോട്ടുകളിലൂടെ മഠം അണിനിരത്തുന്നത്. 40ഓളം ഫ്ലോട്ടുകൾ ഇത്തവണ അണിനിരത്തുന്നുണ്ടാണ് സ്വാമി അറിയിച്ചിട്ടുള്ളത്. കോവിഡിനും പ്രളയത്തിനും ഒക്കെ ശേഷം വിപുലമായ രീതിയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരാഘോഷമായിരിക്കും ചതയം എന്നത്. ഇപ്പോ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു 100ാം ശതാബ്ദി വേളയിലാണുള്ളത്.
അപ്പോൾ ആ ഒരു ഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഗുരുദേവന്റെ ദർശനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്തൊക്കെ വളരെയധികം നല്ല രീതിയിൽ വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മുടെ സമൂഹത്തിൽ അത് വേണ്ട രീതിയിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അതിനെക്കുറിച്ചൊരു വിചിന്തനം ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയല്ലേ നാം കടന്നു പോകുന്നത്? അത് വിദേശത്തുള്ള മലയാളികളൊക്കെ സംഘടിക്കുമ്പോഴും അവർക്ക് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള ബേസായി നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ നാമവും പ്രസ്ഥാനങ്ങളും ഒക്കെയാണ്. പലരും നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർ തന്നെ വർക്കല പ്രാന്തപ്രദേശങ്ങളിലുള്ളവരായാലും വെളിയിൽ പോയി കഴിയുമ്പോഴാണ് കൂടുതൽ ഗുരുവിനെ പറ്റി അറിയുന്നതും ഗുരുവിൻ്റെ ദർശനങ്ങളെ പറ്റി ആകുകയും ചെയ്യുന്നത്. പിന്നെ അവർ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ വന്നാലും ഗുരുധർമ്മ പ്രചരണത്തിൽ മഠത്തോടൊപ്പം സഹായിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാൾ ഉപരി മലയാളികൾ സംഘടിക്കുമ്പോൾ അവിടെ ഗുരു ചർച്ച ചെയ്യപ്പെടുന്നു, ഗുരുദേവ ദർശനങ്ങളെ പറ്റി പഠിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷാവഹമാണ്. നമുക്ക് അത്രയും വലിയൊരു സോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ യുവതലമുറയിലേക്കോ അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷനിലേക്കോ പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു പരാജയമാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ തലത്തിലൊക്കെ നമുക്ക് ഗുരുവിന്റെ ദർശനങ്ങളെ അഷ്ടലക്ഷ്യങ്ങളെ ഒക്കെ വേണ്ട രീതിയിൽ പഠിപ്പിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കേണ്ടതല്ലേ ഈ ഒരു അവസരത്തിലെങ്കിലും? തീർച്ചയായും ആക്കേണ്ടതാണ്. പുതിയ തലമുറയിലേക്ക് എന്താണ് തിരുവള്ളുവരെ തമിഴ്നാട്ടിൽ പഠിക്കുന്നത് പോലെ ഗുരുവിൻ്റെ ഓരോ കൃതിയും നമുക്ക് ഒരു അടിസ്ഥാനപരമായി സ്റ്റെപ്പായി തന്നെ ഓരോ ക്ലാസ്സിലും ഉൾപ്പെടുത്തുവാൻ സാധിച്ചാൽ സമൂഹത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. കാരണം എന്താണ്, ഇത്രയും സമൂഹത്തെ കുറിച്ച് ഈ സ്റ്റെപ്പായിട്ട് എങ്ങനെ മനുഷ്യനെ മാറ്റാൻ സാധിക്കും എന്ന് ഗവേഷണം നടത്തി നമുക്കെന്താണ് ഉപദേശങ്ങൾ തന്ന മറ്റൊരു ഗുരുവും ഇല്ല എന്നുള്ളതാണ്. ആ ഗുരുവിനെ നമ്മൾ അവഗണിച്ചാൽ നമുക്ക് ഇനിയൊരു ഗുരു ഇനി ഈ നൂറ്റാണ്ടിൽ ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആധുനിക യുഗത്തിൻ്റെ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഈ ആധുനിക യുഗത്തിൽ മറ്റൊരു ഗുരു നമുക്ക് വരാനില്ല. അപ്പോൾ ആ ഗുരു ദർശനങ്ങൾ എല്ലാത്തിനും വേണ്ടുന്ന സോഴ്സ് എന്താണ് ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അനുസന്ധാനം ചെയ്യാൻ സാധിച്ചാൽ വളരെ ഭാഗ്യമായി. അതിനെ അവഗണിക്കപ്പെടുന്നതാണ് നമ്മുടെ കേരളീയ ജീവിതത്തിൻ്റെ എല്ലാവിധമായ ദുരന്തങ്ങൾക്കും ഉള്ള കാരണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. നമ്മൾ ശിവഗിരിയിൽ എത്തുമ്പോൾ ബോധാനന്ദ സ്വാമികളുടെ സമാധിയും ഇവിടെ കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു അനന്തരഗാമി. അതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു യുവതലമുറയ്ക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഗുരുവിന്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗ ദാസസ്വാമികളാണ്. ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിലാണ് സമാധി. അരൂപുരത്തിനടുത്തുള്ള മാരായമുട്ടം സ്വദേശിയാണ്. അദ്ദേഹം ഒരു നായർ സമുദായത്തിലെ അംഗമായിരുന്നു. ബോധാനന്ദ സ്വാമികൾ അല്ല, ബോധാനന്ദ സ്വാമികളിലാണ് അനന്തരഗാമിയായ ശിഷ്യൻ. അവസാനത്തെ ശിഷ്യൻ എന്ന് പറയുന്ന ആനന്ദ തീർത്ഥ സ്വാമികളാണ്. അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിലാണ്. അപ്പോൾ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയെ നോക്കിയാൽ എല്ലാ സമുദായത്തിലെയും ആളുകളുണ്ടായിരുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും. അതെ. ഇപ്പൊ ജോൺ ധർമ്മതീർത്ഥ സ്വാമിയുടെ സമാധി എന്ന് പറയുന്ന പട്ടത്ത് ചർച്ചിലാണുള്ളത്. അദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിതനായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഹിന്ദുമതത്തിന്റെ ജാതി കണ്ടു മടുത്തിട്ടാണ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്തുമതത്തിൽ നിന്നുകൊണ്ട് ഗുരുധർമ്മം പ്രചരിപ്പിച്ച വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സെമിത്തേരിയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി ഉള്ളത്. അപ്പോൾ നമുക്ക് ഗുരു ജാതി മതം ഭേദമന്യേ എല്ലാവരും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത്, സ്വന്തം ജീവിതത്തിലും സ്വന്തം സംഘടനയിലും പ്രസ്ഥാനത്തിലും എല്ലാം അതിനെ പ്രാവർത്തികമാക്കിയ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി സമുന്നത സ്ഥാനങ്ങളിലെല്ലാം വെച്ചത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും ഗുരുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സമൂഹം ഇന്ന് ഗുരുവിനെ ഒരു ജാതിയുടേതായി മാത്രം പരിഗണിക്കുമ്പോഴും ഗുരു എല്ലാവരെയും പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. ഗുരുവിൻ്റെ ആ മഹിതമായ ചരിത്രം അറിയുമ്പോഴാണ് നമുക്കെന്താണ് ഗുരുവിന്റെ മഹത്വം മനസ്സിലാകുക. അറിയാൻ വയ്യും. അതെ അതെ. ഇപ്പൊ യുഗപുരുഷൻ സിനിമ എടുത്ത സുകുമാര അദ്ദേഹം വൈദ്യമഠത്തിൽ നമുക്ക് ജാതിയില്ല എന്നുള്ളൊരു വിളംബരം അവിടെ ബോർഡിൽ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു വൈകുന്നേരം ഞാനിവിടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വന്ന് കാണുന്നത്. ഇത് കണ്ടിട്ട് അദ്ദേഹം കരഞ്ഞുപോയി എന്നാണ് പറയുന്നത്. സിനിമ എടുക്കുന്നതിനൊക്കെ മുമ്പ് ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരു സിനിമ ഗുരുവിനെ പറ്റി ചെയ്യണം എന്നൊക്കെ. ജോൺ ധർമ്മതീർത്ഥർ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അറിവാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവം, പുതിയ കാര്യങ്ങളുടെ ഒരു അറിവുമായിരിക്കാം. അതെ, ഗുരുവിന് എല്ലാ തരത്തിലുള്ള ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ അനന്തരഗാമിയാകാൻ ഭാഗ്യം ലഭിച്ചത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിക്കാണ്. അദ്ദേഹത്തെയാണ്. ബോധാനന്ദനോളം ത്യാഗം
നമുക്കില്ലല്ലോ എന്നാണ് ഗുരു തന്നെ പറഞ്ഞത്. ഇപ്പോൾ വളരെ വലിയൊരു ത്യാഗിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് കൊച്ചിൻ നാഷണൽ ബാങ്ക് സ്ഥാപിക്കുന്നത്. അന്നത്തെ കാലത്ത് ബാങ്ക് സ്ഥാപിച്ചു പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് ഒത്തിരി ഏറെ കാര്യങ്ങളിൽ ത്യാഗപൂർവ്വം ഗുരുവിനോടൊപ്പം നിന്നു. ഗുരു സമാധിയായി 3-ാമത്തെ ദിവസം തന്നെ അദ്ദേഹം സമാധി ആയെന്നുള്ളതാണ്. ഗുരു നമ്മെ വിളിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ളൊരു ത്യാഗിയായ എല്ലാ അർത്ഥത്തിലും അനന്തരഗാമിയായി തന്നെ ഭവിച്ചു എന്നുള്ളതാണ്. ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് അനന്തരഗാമിയുടെ ധർമ്മം. അപ്പോൾ എല്ലാ യാത്രയിലും ഉണ്ടാകുമോ എന്ന് ഗുരു ബോധാനന്ദ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്. യാത്രകളിലെല്ലാം ഗുരു റെഡിയാകുന്നതിന് മുമ്പ് തന്നെ ബോധാനന്ദൻ റെഡിയായി നിൽക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ യാത്രയിലും ഉണ്ടാകുമോ എന്ന് ഗുരു ചോദിക്കുന്നുണ്ട്. എല്ലാ യാത്രയിലും ഉണ്ടാകുന്ന ബോധാനന്ദ സ്വാമി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ത്യാഗിവര്യൻ്റെ സമാധി കൂടി നമുക്കെന്താണ് ശിവഗിരിയിൽ ദർശിക്കാൻ പറ്റുന്ന പുതിയൊരു സന്ദേശം എന്താണ് സമൂഹത്തിന് നൽകുവാൻ സാധിക്കും. അദ്ദേഹം യുവത്വത്തിൻ്റെ പ്രതീകവുമാണ്, വളരെ മഹാനായ ത്യാഗിയാണ്. അപ്പോൾ ഇത്ര മഹാപുരുഷന്മാരെ പറ്റി ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യ പരമ്പരയിലെ അനേകം മഹാപുരുഷന്മാരെ പറ്റി നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ എന്താണ് ഗുരുവിനെ പറ്റി തന്നെ നമുക്കെന്താണ് പഠിച്ചവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം എന്താണ് ഈ മഹാപുരുഷന്മാരുടെ ചരിത്രം കൂടി നമുക്ക് പഠിക്കുന്നതായാൽ നമുക്കെന്താണ് ആ സമൂഹത്തിന് വളരെ വളരെ മൂല്യബോധം ഉണ്ടാകാൻ സാധിക്കും. എന്തായാലും ഒത്തിരി സന്തോഷം. ശ്രീനാരായണ ഗുരുദേവന്റെ അഷ്ടലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് എവിടെയും പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ ധർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാമി വിശദമായി തന്നെ സംസാരിച്ചു. ഒത്തിരി സന്തോഷം. ശരി.